ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ഫോക്കസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഇയർഫോൺ എത്രത്തോളം നല്ലതാണ് അഥവാ എത്രത്തോളം നല്ലത് അല്ല എന്നതിനെക്കുറിച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇയർഫോണിനെ കുറിച്ച് 4 വാക്ക് സംസാരിക്കാനാണ്. അപ്പോൾ പരമാവധി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടാതെ തന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം. ബെറ്റർ എക്സ്പീരിയൻസിനായിട്ട് നമ്മുടെ ലോകത്തെ എല്ലാ മൊബൈൽ യൂസേഴ്സും യൂസ് ചെയ്ത് തരുന്ന ചെറിയൊരു സാധനമാണല്ലേ ഈ ഹെഡ്ഫോൺ അഥവാ ഇയർഫോൺ. അപ്പോൾ ഈ ഇയർഫോണിൻ്റെ കേസിലോട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ചാടിയാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ ഇയർഫോണിൽ കൂടുതലായിട്ടും ഡിസ്അഡ്വാൻറ്റേജസ് ആണുള്ളത്. കൂടുതലായിട്ട് അഡ്വാൻറ്റേജസിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഡിസ്അഡ്വാൻറ്റേജസിലെ സെക്ഷനിലോട്ട് നമുക്ക് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇയർഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറേ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇയർ ഇൻഫെക്ഷൻ, കേൾവി ശക്തി കുറയുക, ഇയർബഡ്സിനത് വല്ലാണ്ട് ഇൻഫെക്റ്റ് ചെയ്യുക, മരവിപ്പ് അനുഭവപ്പെടുക എന്നൊക്കെയാണ്. ഇയർഫോൺ യൂസ് ചെയ്യേണ്ട അഡ്വാൻറ്റേജ് സെക്ഷനിലോട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹൈലൈറ്റിംഗ് പോയിൻ്റാണുള്ളത്. എന്താണത്? ഫോർ ദ ബെറ്റർ എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ് കിട്ടണം. മ്യൂസിക് കേൾക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ് കിട്ടാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യണത്? ഇയർഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഒരു ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇയർഫോൺ എടുത്തിട്ട് ഫോണിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ വോളിയം നന്നായിട്ടൊന്ന് കൂട്ടി വെക്കും. വോളിയം നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ചെറിയ നോട്ടിഫിക്കേഷൻ വരും. എന്താണെന്ന് വെച്ചാൽ ഇത്ര ലെവൽ ശബ്ദത്തിൻ്റെ മേലെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ഹിയറിങ്ങിനെ ഡാമേജ് ആക്കിയൊക്കെയാണ്. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിലർ അത് ഇഗ്നോർ ചെയ്ത് കളയുക ചെയ്യുക. അപ്പോൾ ചിലവരൊക്കെ ഇത് ഇഗ്നോർ ചെയ്തുകൊണ്ട് അഥവാ അത് ഓക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേഫ് ലെവൽ മറികടന്ന് ഹൈ ലെവൽ വോളിയത്തിലിരുന്ന് മ്യൂസിക് കേൾക്കുകയും മൂവീസ് കാണുകയും ചെയ്യും. അപ്പോൾ ഇത് ഓപ്പണായിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് കണ്ടിന്യൂസും ആയിട്ടും ഡെയിലി ഇത് ചെയ്താൽ തന്നെ അത് ശാരീരികമായിട്ടുള്ളൊരു വലിയ പ്രശ്നത്തിലേക്ക് അത് പോവും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിരുന്നു. ചെറുതല്ല, വലിയൊരു ഡിസഡ്വാൻറ്റേജാണ്. എന്താണെന്ന് വെച്ചാൽ പക്ഷേ മരവിപ്പ് എന്ന അവസ്ഥയിൽ തുടങ്ങി പരസ്തേഷ്യ എന്ന വലിയൊരു രോഗത്തിലേക്ക് വരെ അത് നീണ്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പരസ്തേഷ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികം ഡൗട്ട് ഇടേണ്ട ആവശ്യമില്ല. പരസ്തേഷ്യ പറഞ്ഞാൽ ചെവിയിൽ ബാധിക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സെൻസേഷൻ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. നെർവ്സ് എന്ന് വെച്ചാൽ സെൻസേഷൻ ഞരമ്പുകളൊക്കെ ഡൗൺ ആവും. പിന്നെ അത് തുടർന്നതായി പ്രവർത്തിക്കില്ല. കൂടാതെ തന്നെ ചെവിയുടെ കേൾവിശക്തിയെ ബാധിക്കുന്ന രോഗമാണിത്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കേൾവിശക്തി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഇയർഫോൺ യൂസ് ചെയ്യുന്ന മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇയർഫോൺ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചില കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇയർഫോണിൻ്റെ യൂസ് പരമാവധി നമ്മളെ കൊണ്ടാവുന്നത് അത്ര നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക. ഒഴിവാക്കണ്ട. നമ്മൾ പബ്ലിക് പ്ലേസിലേക്ക് ഇരിക്കുമ്പോൾ മാത്രം നമ്മൾ ഇയർഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത് വെച്ച് ചെയ്യാൻ. അപ്പോൾ അവസാനത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇയർഫോൺ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ടല്ലേ. നമ്മൾ ഫ്രണ്ട്സായാലും റിലേറ്റീവ്സായാലും പല പേർക്കും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഷെയർ ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇയർഫോൺ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. ക്ലീൻ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ചെവിയിലുണ്ടായിരുന്ന ആ ഡേർട്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആ ഇയർഫോണിലുണ്ടാകും. ആ ബാക്ടീരിയസും കാര്യങ്ങളൊക്കെ ഇയർഫോണിലുണ്ടാകും. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് വെച്ചാൽ എന്താണെന്ന് ഉണ്ടാവുക നിങ്ങൾക്കറിയാം. ആ ബാക്ടീരിയസും കാര്യങ്ങളൊക്കെ അവരുടെ ചെവിയിലോട്ട് കയറും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ പകർന്നു ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട വഴിയുള്ള ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നിന്ന് കാണുന്നവരെ ഗുഡ് ബൈ.